നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ ശക്തമാക്കുകയാണ് ശശി തരൂർ. ആഗോള ജനതയെ ഇന്ത്യയുടെ നയം ബോധ്യപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ആ സംഘത്തിൻ്റെ തലവൻ ശശി തരൂരാകും എന്ന് വ്യക്തമാവുകയാണ്. അത്തരമൊരു ദൗത്യമെടുത്ത് രാജ്യത്തിൻ്റെ പ്രതിനിധി സംഘത്തിൻ്റെ തലവനായി ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമോ? തുടർന്നുള്ള മോദി സ്തുതി കോൺഗ്രസിന് തലവേദനയാകുമോ? ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡ് നടപടിക്ക് നീങ്ങുമോ? ഇതെല്ലാമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്നാണ് എനിക്കൊപ്പം ചേരുന്നത്. ശ്രീ ദിവാകരൻ, ശശി തരൂർ നമുക്കറിയാം ഒരു വിശ്വപൗരനാണ്, ആഗോളതലത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നയാളാണ്. അത്തരമൊരാൾ ഇന്ത്യയുടെ സംഘത്തലവനായി എത്തുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് കോൺഗ്രസിന് ഒരു തലവേദനയാകും എന്ന് കരുതേണ്ടതുണ്ടോ? രാജാവിന്റെ കുതിര എന്ന് പറഞ്ഞിട്ട് സാറേ, രാജാവിന്റെ കുതിര എന്ന് പറഞ്ഞിട്ട് കുതിരക്കോട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റൂല. പിന്നെ അതായത് ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. കോൺഗ്രസിൽ നിന്ന് അയാൾ വളർന്നിന്. ഇന്ദിരാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഇങ്ങനെ ജനറേഷനിൽ പോയി അങ്ങനെ ജനങ്ങൾ വോട്ട് കൊടുത്ത കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ടാ. അപ്പൊ ആ രീതിയിൽ അയാൾ നീക്കണം. രണ്ടു തോണിയിൽ കാല് കുത്തിയിട്ട് അങ്ങ് തുടിച്ചിട്ടൊന്നും കാര്യമില്ല. അതായത് തെറ്റുകുറ്റം കോൺഗ്രസിന്റെ ആദർശം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ അത് അയാൾ ചേർന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കേണ്ടതല്ലേ. അപ്പൊ അങ്ങേ ഭാഗം ചാടിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അയാൾ സ്വയം പിന്നെ താഴോട്ട് പോവുകയുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ഒരു നമ്മുടെ സന്തോഷ് ചേരുന്നുണ്ട്. ഇത് തൃക്കരിപ്പൂരിലെ സന്തോഷാണോ വെള്ളരിക്കുണ്ടിലെ സന്തോഷാണോ എന്ന് എനിക്കറിയില്ല. സന്തോഷ് തൃക്കരിപ്പൂരിലാണോ? ചെറുപത്തൂർ. ചെറുപത്തൂർ. യെസ്, സന്തോഷ് കുറേ ദിവസമായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടല്ലേ? സന്തോഷ്, ഈ ശശി തരൂരിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് വളയത്തിനകത്ത് നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയുമോ? അത് അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ആഗോള പൗരനാണോ ശശി തരൂർ? അദ്ദേഹത്തിന് കുറെ കൂടി രാജ്യത്തിന് സംഭാവനകൾ നൽകാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നവരോട് സന്തോഷിന്റെ അഭിപ്രായം എന്താണ്? കേന്ദ്ര സർക്കാരിനോട് നിൽക്കുന്നത് തെറ്റില്ല എങ്കിലും പക്ഷെ കോൺഗ്രസ് എന്താണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ് ശശി തരൂർ. അതായത് ബി.ജെ.പിയുടെ ടിക്കറ്റ് വാങ്ങി ജയിച്ച ആളല്ല ശശി തരൂര്. കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് ജയിച്ചത്. അപ്പൊ കോൺഗ്രസിന് അടിക്കാൻ ഒരു വടി കൊടുക്കുന്ന ഒരു ഇതായി മാറും ശശി തരൂരിന്റെ ഓരോ പ്രവർത്തികൾ. അങ്ങനെ നമ്മൾ കാണുന്നത് ഇതിനു മുമ്പേ ആയാലും ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ബി.ജെ.പി പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ശശി തരൂർ പറയുന്നതിനെതിരായി കോൺഗ്രസ് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ കോൺഗ്രസ് നിൽക്കുന്നു പറയുന്നത് അല്ലെ. അത് വടി കൊടുക്കുകയാണ്. ബി.ജെ.പിക്ക് ഒരു വടി കൊടുക്കാണ് ശശി തരൂർ. പക്ഷെ ശശി തരൂർ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ കോൺഗ്രസിന് പുറത്തു പോകണം. അങ്ങോട്ട് പോയാൽ പിന്നെ മന്ത്രിസ്ഥാനോ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുമല്ലോ, അതിലേക്ക് പോകണം. അങ്ങനെ വല്ല സാധ്യതയും കാണുന്നുണ്ടോ സന്തോഷേ? അദ്ദേഹം പോയി ബി.ജെ.പിയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് സാറേ. കാരണം കോൺഗ്രസിൽ അങ്ങ് ജനിച്ചു വളർന്ന ഒരാളെന്നല്ല ശശി തരൂര്. 2009 ഇവിടെ കെട്ടിയിറക്കി പാർലമെന്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ആളല്ലേ. അപ്പൊ അത് കോൺഗ്രസിൽ ആദ്യം ഇതിൽ കോൺഗ്രസിന് കിട്ടണോ? കോൺഗ്രസിനൊരു പാടാകണം. കാരണം കോൺഗ്രസിന് വേണ്ടി ചോരയും നീരും ഊറ്റിയെടുത്ത് പോസ്റ്റ് ഒട്ടിച്ചും എല്ലാം നടന്നവരെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ ഇങ്ങനെയൊക്കെ വിശ്വ പൗരനെയൊക്കെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസും ഓർക്കണം. കാരണം ഹൈക്കമാൻഡിൽ നിന്ന് ഒരു ആളെ ഇറക്കുന്നതല്ല, അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒക്കെ നോക്കിയിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പോലെ ഹൈക്കമാൻഡിൽ ഇന്ന ആള് മതി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് അംഗീകരിക്കുന്നുണ്ടോ? അയാൾ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കണ്ടേ? യെസ്, ഏതായാലും വ്യക്തമാണ്. എന്നോടൊപ്പം ശിവദാസൻ കൂടി ചേരുന്നു. ശ്രീ ശിവദാസൻ ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ എന്ത് കരുതുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. തരൂര് ഇപ്പോ അവരുടെ നമ്മളെ ഇന്ത്യയുടെ രോഗകാര്യങ്ങൾക്ക് യുദ്ധം നടക്കുമ്പോൾ നമ്മളെ ഇന്ത്യയില് പാകിസ്ഥാൻ കാണിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഘം പോവുകയാണ്. ആ പോകുന്നതിൽ തെറ്റായി തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ സമീപനം എത്രയാണെന്നുള്ളത് നമ്മൾ ഏറ്റവും മുതിർന്ന നേതാവ് ചിദംബരം എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ബി.ജെ.പിയെ പുകഴ്ത്തിയാണ്
BJP പുകഴ്ത്തിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം പി ചിദംബരം പറയുന്നത്. BJP പോലെ ഒരു ശക്തവും സംഘടിതവുമായ മറ്റൊരു പാർട്ടി ഇല്ല, ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതെ, അദ്ദേഹത്തിന് ജയിലിൽ റിമാൻഡ് ഇട്ട പാർട്ടിയാണ് BJP. എന്നിട്ട് പോലും അദ്ദേഹം കറക്റ്റ് കാര്യം പറഞ്ഞു. ജയിലിലിട്ടത് കൊണ്ട് പാർട്ടി ശക്തമല്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ശക്തമാണെങ്കിൽ ശക്തമാണെന്ന് പറയട്ടെ. അതെ, ശക്തമാണ് സാറേ. വളരെ അദ്ദേഹം പറഞ്ഞു ശക്തമാണല്ലോ, BJP ശക്തമാണ്. സാർ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ കോൺഗ്രസ് സാറാണ്, സാറിന് അറിയാമല്ലോ. പക്ഷേ ഇപ്പോ സാർ നോക്കിക്കോളൂ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ സുധാകരൻ സാറിനെ പറഞ്ഞ് വെല്ലുവിളിച്ചു, അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കിയില്ല, അദ്ദേഹത്തിനെ മാറ്റി പുതിയ KPCC പ്രസിഡന്റ് നിയമിച്ചു. ഓക്കെ, പക്ഷേ സാർ നോക്കിക്കോളൂ, സുധാകരൻ, മുരളി, ശശി തരൂര്, ഈ 3 പേരും KC വേണുഗോപാലൻ അദ്ദേഹം ഡൽഹി എന്ന് കയറിയോ അന്ന് കോൺഗ്രസ് വിളിച്ച കഷ്ടകാലമാണ്, എല്ലാവർക്കും അറിയാം. എന്നാണ് KC വേണുഗോപാൽ ഡൽഹിയിൽ താമസമാക്കിയോ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തോ അന്ന് വിളിച്ച കഷ്ടകാലമാണ് കോൺഗ്രസ് വന്നിട്ടുള്ളത്. ഈ കോൺഗ്രസിൽ നിന്ന് എല്ലാവരും ഈ KC വേണുഗോപാലിന് ഇങ്ങനെ കുറ്റം പറയണം, അതേ അത്ര കണ്ടൊരു ഭീകരനാണോ? പലരും ഇങ്ങനെ പറയുന്നത്. സാറേ, ഞാൻ ഇതൊരിക്കലും കുറ്റം പറയാറില്ല. പക്ഷെ സാറെ സുഷ്ടം തന്നെയാണ്. ആദ്യം KC വേണുഗോപാൽ കോൺഗ്രസിന് നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞു, തരൂര് ആരെന്ന് ഇദ്ദേഹം അറിയാമോ? തരൂര് ആരെന്ന് അറിയാം? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ന് ഏറ്റവും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യത്തിലും അദ്ദേഹത്തിന്റെ വിവരത്തിലും ആരുണ്ട് സാറേ ഒന്ന് പറയാൻ? ഐക്യസഭയിൽ തന്നെ അങ്ങനെ മത്സരിച്ച ആളാണ് അദ്ദേഹം. ഓരോ വാക്കുകൾ AICCയോ KPCCയോ കൂടി നിന്ന് കുറ്റപ്പെടുത്തി കാണിക്കാൻ തെളിയിച്ചിട്ടുണ്ടോ? അങ്ങനെ കറക്റ്റ് ആണ്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം നമ്മൾ സമയം ഞാൻ അധികം എടുക്കുന്നില്ല, മറ്റേ പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഏതായാലും താങ്കൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് ദിവസം സംസാരിക്കാം. KK നാസർ ഉണ്ട് അല്ലേ? KK നാസർ. ശ്രീമതി ജയയും കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ, ഇതിപ്പോ കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകുകയാണ്. ചിദംബരം നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ BJPയെ അംഗീകരിക്കുകയാണ്. ശശി തരൂർ പലവട്ടം മോദി സ്തുതിയുടെ പേരിൽ പഴികേട്ട ആളാണ്. ഇപ്പോഴും അത് തൻ്റെ വ്യക്തിപരമായ നിലപാടാണ്, ശരിയെന്ന് തോന്നിയത് താൻ പറഞ്ഞു, അതിൽ താക്കീതൊന്നും ഒരു വിഷയമല്ല എന്ന തരത്തിലാണ് ശശി തരൂരിൻ്റെ പോക്ക്. ഏതായാലും താക്കീത് ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഭിന്നാഭിപ്രായം ശശി തരൂർ തുടരുന്നതിനെ ശ്രീമതി ജയ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം മനു. നമസ്കാരം. തരൂരിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ പക്ഷെ പിന്തുണയ്ക്കുന്നു. കാരണം നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് പാർട്ടിപരമായിട്ടല്ല പറഞ്ഞത്. എല്ലാ MP-മാരും സഖ്യമായിട്ട് പോയി മറ്റു രാജ്യങ്ങളിൽ പോയി നമ്മുടെ പ്രശ്നം പറഞ്ഞ് നമുക്കുള്ള സപ്പോർട്ട് വാങ്ങിക്കണമെന്ന്. അതിനും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളാണ് ഈ ശശി തരൂര്. അപ്പൊ അദ്ദേഹം പോകുന്നതിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുവോ, BJPക്ക് അനുകൂലമായിട്ടാണോ ശശി തരൂര് പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല മനു. എന്റെ ഒരു അഭിപ്രായം ഇതാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. ശ്രീ നാസർ ഉണ്ട് വയനാട്ടിൽ നിന്ന്. ശ്രീ നാസർ, താങ്കൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇപ്പം മുതിർന്ന നേതാക്കളാണ് ശശി തരൂരും ചിദംബരവും ഒക്കെ. തുടർച്ചയായ BJP സ്തുതി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നത്, അതൊക്കെ പിന്നീട് കോൺഗ്രസിന് തലവേദനയാകും എന്ന് കരുതേണ്ടതുണ്ടോ? അതോ ഈ ശശി തരൂർ BJPയിലേക്ക് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്ന് പറയുന്നവരുടെ ആ ഒരു നിലപാടിനെ ഇത് ശരിവെക്കുകയാണോ? സാറ് പറഞ്ഞ രണ്ടും ഞാൻ എതിരഭിപ്രായമാണ് സാറ്. പറഞ്ഞു, എതിരഭിപ്രായമാണല്ലോ നമുക്ക് കേൾക്കേണ്ടത് സാറേ. കാരണം എന്ന് പറഞ്ഞാല് ശശി തരൂരിനെ പോലത്തെ ഒരു കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാള്, അയാൾക്ക് വ്യക്തിപരമായി സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ള ചോയ്സ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മളെ മറ്റൊരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമല്ലേ സാർ? അല്ല, പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാസറേ. നമ്മുടെ ഒരു പാർട്ടിയിൽ ഞാനും നാസറും നിൽക്കുന്നു. നമ്മൾ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പാർട്ടിക്ക് ഒരു കോമൺ നയമില്ല എന്നല്ലേ? സാറേ, കേഡർ സിസ്റ്റം ഇല്ലാത്ത പാർട്ടിയല്ലേ കോൺഗ്രസ്? കേഡർ പലർക്കും പല അഭിപ്രായം പറയാം എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സന്ദേശം നൽകില്ല. ഇതിന് അണികൾ കൺഫ്യൂസ് ആവും. അണികൾ ആർക്കൊപ്പം നിൽക്കും? ഇല്ല സാർ, കാരണം കേരളത്തിൽ സാറ് കണ്ടുവരുന്നില്ല സാറേ. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ സാറ് കണ്ടുവരുന്നില്ല കേരളത്തിൽ സിസ്റ്റം. പ്രതിപക്ഷ നേതാവ് പറയുന്നതാണോ ഭരണപക്ഷ നേതാവ് പറയുന്നത്? അല്ലല്ലോ. കേരളത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷമുള്ള കോൺഗ്രസ് പാർട്ടിയല്ലേ കോൺഗ്രസ്. അപ്പൊ അവർക്ക് പല അഭിപ്രായങ്ങളും പറയാം. അത് ഇന്ത്യയിൽ സ്വതന്ത്രമാണ്. പാർട്ടിയിലേക്ക് ആ ഘടകങ്ങൾ വരുന്നില്ല സാർ. അപ്പൊ അത് കോൺഗ്രസിന്റെ ഒരു മനോഹാരിതയാണ്. ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാം. പാർട്ടിക്ക് എല്ലാവരും അങ്ങനെ അതീതരായി അങ്ങനെ പാർട്ടി പറയുന്നതിന് തത്തമ്മേ പൂച്ച എന്ന് പറയേണ്ടതില്ല. സ്വതന്ത്രമായി നിരീക്ഷണങ്ങൾ നടത്തിയ ആളുകൾക്ക് അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്നാണ് അല്ലേ? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പാർട്ടിയോട് ആലോചിച്ച് പാർട്ടിയുടെ ഘടകങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടല്ല ശശി തരൂർ സാർ പറയുന്നത്.
അദ്ദേഹം കേരളത്തിൽ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മോഡി സാർ, അദ്ദേഹത്തോട് ഒരു കടപ്പാടുണ്ടായിരിക്കാം, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവാം. അത് പാർട്ടിയിലിട്ട് കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. കോൺഗ്രസ് ശക്തിയോടെ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയല്ലേ. അത് നമ്മൾ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് പാർട്ടിനെ നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വ്യക്തി അവരുടെ വ്യക്തിത്വം പറയുന്നുള്ളൂ. ഇന്ത്യ ഭരിക്കുന്ന ഇപ്പൊ നമ്മൾ സാർ യുദ്ധം നടന്നു, യുദ്ധത്തിനോട് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും നമ്മൾ ആ പട്ടാളത്തിനോടും നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാ നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞില്ല, ആരും എതിരഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ സാർ. അദ്ദേഹം ദേശീയ തലത്തിലുള്ള ഒരു വലിയ നേതാവല്ലേ സാർ. അപ്പൊ ഒരു സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞോട്ടെ എന്നാണ് ശ്രീ നാസർ പറയുന്നത്. നാസർ കോൺഗ്രസ് പ്രവർത്തകനാണോ? അല്ല അല്ലേ സാർ, ഞാൻ 30 വർഷമായി കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാ. പിന്നെ വിട്ടാ? ഇപ്പം കോൺഗ്രസിലില്ല സാർ. എന്ത് പറ്റി? എനിക്ക് സ്വയം മാറി നിൽക്കണം തോന്നി സാർ, എന്റെ കുടുംബ പ്രശ്നം കാര്യങ്ങളൊക്കെ അതുകൊണ്ട്. പക്ഷെ ഒരു അനുഭാവിയാണ് അല്ലേ? ഇല്ല, ഇപ്പൊ ഞാനൊരു പാർട്ടി ഇല്ല സാർ. അതെ, ഓക്കെ, ശരി ശരി. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. 30 വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഞാനും കരുതുന്നത്. ശ്രീ ജയകുമാർ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ജയകുമാർ, ഹലോ സർ, നമസ്കാരം. ഈ മുതിർന്ന നേതാക്കൾ തങ്ങൾക്ക് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമോ ജയകുമാർ? സാറേ, ഈ മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ രണ്ടുപേരാണ്. ഒന്ന് ചിദംബരവും ഒന്ന് ഇദ്ദേഹമാണ്. അപ്പൊ ചിദംബരം എന്ന് പറഞ്ഞാൽ കേസ് അങ്ങനെ നിലനിൽപ്പുണ്ട്, പിന്നെ മകന്റെ കേസുണ്ട്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്നാൽ ഇനി രക്ഷയില്ല എന്നുള്ള ചിദംബരത്തിന് മനസ്സിലായി. ഇനി അധികാരം കിട്ടുമോ, കിട്ടിയാൽ തന്നെ എല്ലാവരും കൂടെ ചേർന്നുള്ളതാകുമ്പോൾ എന്തായാലും പഴയ കോൺഗ്രസിന്റെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അവരെ കൂടെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു സേഫായിട്ട് നിൽക്കാൻ പറ്റും. ശശി തരൂരാണെങ്കിൽ നേരത്തെ ഇത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് അതിനോട് താല്പര്യവുമുണ്ട്. കാരണം ഈ തലവേദന ഒഴിഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു. ഈ കഴിഞ്ഞ തവണയൊക്കെ കൊണ്ടുവരുന്ന ലാസ്റ്റ് വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ തഞ്ചപ്പൊത്തിയാണ് കഴിഞ്ഞ തവണയൊക്കെ ജയിച്ചത്. അപ്പൊ ഓരോരുത്തരും സമീപിക്കുമ്പോഴേ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോഴേ നിങ്ങൾ സ്വതന്ത്ര നാട്ടിൽ കിട്ട്, ഇല്ലെങ്കിൽ മറ്റുള്ള പാർട്ടി പോട്ട്, ഇതിൽ നിന്നുകൊണ്ട് നമ്മളെങ്ങനെ വോട്ട് ചെയ്യും എന്നൊക്കെയാണ് ഇദ്ദേഹം ഓരോ വീടുകളിൽ ചിലപ്പോൾ അവർ ചോദിച്ചോണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം കളഞ്ഞിട്ട് പോണതാണ് നല്ലത്. പാർട്ടി പുറത്താക്കാത്ത സ്വയമേ പോട്ടെന്ന് വിചാരിച്ചാണ്. ഇദ്ദേഹം ഒരു തലവേദന തന്നെയാണ് സാറേ പോകുന്നത്. ഇല്ലെങ്കിൽ അവരിൽ ചേരണം. പാർട്ടിയുടെ ടിക്കറ്റിൽ ഇത്രയും കഷ്ടപ്പെട്ട് ജയിപ്പിക്കുമ്പോൾ പാർട്ടി പറഞ്ഞനുസരിക്കണോ അത് അവർ പറഞ്ഞനുസരിക്കണോ? ഇല്ലെങ്കിൽ പുറത്ത് പോണത് ഈ ജയമടം പറഞ്ഞ പോലെ നല്ലൊരു കാര്യം തന്നെ. പക്ഷെ അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും ഒരു കൺസെന്റ് വാങ്ങിയിട്ട് വേണം ഇവരെല്ലാം കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞുവിടുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ വശത്താക്കാൻ വേണ്ടി വേണ്ട ഇതെല്ലാം ഈ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി കൊടുത്ത ഒരു കീർത്തിയാണ്. അല്ലാതെ ഇവിടെ നമ്മളെ ഇതിലൊന്നും ഒരു കീർത്തിയും ഇവിടെ ആരും കണ്ടില്ല. ഈ വിശ്വപൗരനും ലോകപൗരനും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അല്ല, അവരാരും ഉണ്ടാക്കി കൊടുത്തതല്ല, മറ്റു രണ്ട് പാർട്ടിക്കാരും ഉണ്ടാക്കി കൊടുത്തല്ലേ സാറേ. ശരി, വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജു കിരിയത്ത് നമുക്കൊപ്പം സ്ഥിരം പ്രേക്ഷകൻ ചേർന്നിട്ടുണ്ട്. കക്രാട്ട് ചേർന്നിട്ടുണ്ട്. ബെറ്റർ ഐഡിയ എന്നാണ് പറയുന്നത്. ബി.ജെ.പിയിലേക്ക് പോകുന്നതിനാണോ എന്ന് എനിക്കറിയില്ല. ഷാജി ഭാസ്കരൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. തരൂർ ഈസ് റൈറ്റ് എന്നൊക്കെയാണ് കക്രാട്ട് പറയുന്നത്. അതോടൊപ്പം എന്നോടൊപ്പം ചേർന്നിരിക്കുന്ന ലാലൻ, തരൂരൊക്കെ അധികാരമോഹിയാണ് എന്ന് പറയുന്നു. ഇതിൽ അധികാരത്തിൻ്റെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുകാര്യത്തിന് പോകുന്നു എന്നല്ലേ കണക്കാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഓക്കെ, സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നു. എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി എന്നാണ് വി.സി. തോമസ് പറയുന്നത്. ഓക്കെ, വി.സി. തോമസിൻ്റെ പരിഹാസം അങ്ങനെ നീളുകയാണ്. അതോടൊപ്പം തന്നെ ബഹ്റിൻ മല്ലൂസ് പറയുന്നു. ബഹ്റിനിലിരുന്നായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ബഹ്റിൻ മല്ലു പറയുന്നത് ശശി തരൂർ ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയിലോ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലോ ശരിയല്ല, ഒരിക്കലും സ്ഥാനമോഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല എന്ന് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥാനമോഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല ശശി തരൂർ എന്ന് പറയുന്നു ബഹ്റിൻ മല്ലു. ജയാനന്ദ് പറയുന്നു വിശ്വപൗരനായാലും ആരായാലും പാർട്ടി നേതൃത്വം പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നു. വിഭ GS നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാ രാജ്യസ്നേഹികളും ബി.ജെ.പിയിൽ വരും എന്നാണ് വിഭ പറയുന്നത്. ഓക്കെ, വിഭ. ബാലൻ വി പറയുന്നു മിസ്റ്റർ തരൂർ ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത്, ഹൗവർ ദർ ഇസ് ലിറ്റിൽ പ്രോബിലിറ്റി ടു ക്വിറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് സാധ്യതയുള്ളൂ കോൺഗ്രസ് വിടാൻ, അദ്ദേഹം കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കും എന്ന് പറയുന്നു. ജോസഫ് KM പറയുന്നു ഭാരതം ബി.ജെ.പിയുടെ കൈകളിൽ ശക്തമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ സുബ്രഹ്മണ്യൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ, നമസ്കാരം. 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 ശ്രീ സുബ്രഹ്മണ്യൻ കുറച്ച് ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? അതോ കഴിഞ്ഞ ദിവസം വിളിച്ചോ? 2 ദിവസം മുമ്പ് വിളിച്ചു. അതെ. യെസ്. അപ്പോൾ ശ്രീ സുബ്രഹ്മണ്യൻ എന്ത് കരുതുന്നു? ഇത്
കോൺഗ്രസ് ഈ കാര്യം എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും? അവർക്കിത് തൃപ്തികരമായ രീതിയിൽ വിശദീകരിക്കാൻ കഴിയുമോ ശ്രീ സുബ്രഹ്മണ്യൻ? ഡോക്ടർ ശശി തരൂര് രാഷ്ട്രീയത്തിനേക്കാൾ അതീതമായിട്ട് രാഷ്ട്രത്തിനെ പറ്റി ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങളും തള്ളിക്കണ്ടു പറയാൻ പറ്റില്ല. മാത്രമല്ല വിദേശകാര്യ സംഘത്തിന്റെ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ എല്ലാ രാഷ്ട്രങ്ങളിലും പോയിട്ട് നമ്മുടെ സ്ഥാനം വിശദീകരിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് വിടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു വിശ്വപൗരനാണ്. അത് നമ്മൾ ഇദ്ദേഹത്തിന് എന്ത് പറയും? കോൺഗ്രസ്സുകാർ അനുവദിച്ചു കൊടുക്കുവോ? അത് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഒരു പൊതു കാര്യം രാജ്യത്തിന്റെ നിലയിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ? അല്ലെങ്കിൽ കൂടുതൽ കോൺഗ്രസിന് തന്നെ ദോഷം വരും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണകുമാർ എന്നോടൊപ്പം ചേരുന്നത് ആലുവയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണകുമാർ, ഞാൻ ശരി എന്ന് തോന്നുന്നത് പറഞ്ഞു, താക്കീതിൽ കുലുങ്ങാതെ നിൽക്കുകയാണ് ശശി തരൂർ. അപ്പം ശരി എന്ന് തോന്നുന്നത് പറയുമ്പോൾ അത് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? നമസ്കാരം. നമസ്കാരം. രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യം നേരിടുന്ന സമയത്ത് ഏത് സർക്കാരായാലും ആ സർക്കാരിനോടൊപ്പം ഉറച്ചു നിൽക്കുക എന്നതാണ് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും കടമ. എന്റെ അഭിപ്രായത്തിൽ ശശി തരൂർ അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്തല്ല നമ്മൾ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ചില പ്രസ്താവനകൾ പാകിസ്ഥാൻ വരെ ഉപയോഗിച്ചു എന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടത്. അതെ. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ചെയ്യരുത്. രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് അന്തർദേശീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സന്ദർഭത്തിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വന്നത് അദ്ദേഹമാണ്. യഥാർത്ഥത്തിൽ ദേശസ്നേഹികളായ കോൺഗ്രസുകാരുടെ ഒരു വികാരമാണ് ശശി തരൂർ പ്രകടിപ്പിച്ചതെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ഒരു പുതിയ വിവരം വരുന്നത് ഈ തുർക്കിയിലേക്കുള്ള ആളുകളുടെ യാത്ര നേരത്തെ തന്നെ പലരും റദ്ദ് ചെയ്യുന്നു. അപ്പോൾ ടൂറിസം അവിടെ വലിയ തോതിൽ ബാധിക്കപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ ആഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തുർക്കിയിൽ നിന്ന് വരുന്ന ആഭരണങ്ങൾ അല്ലെങ്കിൽ തുർക്കിഷ് ഡിസൈൻ ജ്വല്ലറി അത് വേണ്ട എന്ന നിലപാടെടുക്കുന്നു. അത് ഒരു നല്ല നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാമ്പത്തികമായി ഇങ്ങനെ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന തുർക്കിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വളരെ വളരെ പ്രയോജനകരമാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിൽ ഈ തുർക്കിയിൽ നിന്ന് വരുന്ന തുർക്കിഷ് ജ്വല്ലറി അത് മുഴുവനായും സ്വീകരിക്കേണ്ട എന്ന നിലപാടാണ് ഈ നമ്മുടെ ആഭരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ സംഘടന വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർക്കറ്റാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് താല്പര്യമുള്ളവരാണ്. അപ്പം തുർക്കിയെ പോലെ നമ്മുടെ ശത്രു, അതായത് നമ്മള് സഹായിച്ച ഒരു രാജ്യമാണ്. പക്ഷെ നമുക്കൊരു ആപത്ത് വന്നപ്പോൾ നമ്മുടെ ശത്രുവിനോടൊപ്പം ചേർന്ന ഒരു രാജ്യമാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് അവർക്കെതിരെ എന്തൊക്കെ നടപടികൾ എടുക്കാമോ അതെല്ലാം ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത്രയും വലിയ മാർക്കറ്റ് ഉണ്ട് നമുക്ക്. നമ്മുടെ ജനസംഖ്യ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ശ്രീ രാജൻ കൊല്ലത്ത് നിന്നാണ് നമുക്ക് ചേരുന്നത്. ശ്രീ രാജൻ കുറെ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് എന്നോട് വല്ല ദേഷ്യമുള്ളത് കൊണ്ടാണോ ശ്രീ രാജൻ? അതൊന്നുമല്ല, എനിക്ക് ഈ പ്രായമായി യുദ്ധമൊന്നും ചെയ്യാൻ വയ്യാത്തോണ്ടാണ് വിളിക്കാഞ്ഞത്. എല്ലാ ദിവസവും യുദ്ധം തന്നെയായിരുന്നു. എനിക്ക് എന്റെ അന്ന് ആംനേഷൻസ് ഒക്കെ പഴയതായി. ഇനിയിപ്പം യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല എനിക്ക്. പക്ഷെ ശ്രീ രാജനോട് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഒരു ദേശം, ഒരു നാട് പിടിച്ചെടുക്കാനോ മണ്ണ് പിടിച്ചെടുക്കാനോ ഉള്ള യുദ്ധമാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം. പക്ഷേ നമുക്ക് തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധമാണെങ്കിൽ അതിൽ മാറി നിൽക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്ത്രീകൾക്കെതിരെയോ കുട്ടികളെയോ ഒക്കെ പ്രയാസപ്പെടുത്തുന്ന ഒരു യുദ്ധമാണെങ്കിൽ നമുക്ക് മാറി നിൽക്കാം. പക്ഷേ ഈ മതരാഷ്ട്രവാദത്തിന്റെ പേര് പറഞ്ഞ് വിവേചനരാഹിത്യമായി പെരുമാറുന്ന ഈ ജനക്കൂട്ടം അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘത്തെ അമർച്ച ചെയ്യാനുള്ള ഒരു യുദ്ധമാണെങ്കിൽ നിശബ്ദത തന്നെ വലിയ കുറ്റമാണ്. അത് അതെ. ഒരു മിനിറ്റ്, ഇനി കേട്ടോ, ഞാൻ ഇതിന് മുഴുവൻ സപ്പോർട്ടാണ്. ഞാൻ മോദിക്ക് പ്രശംസ ലെറ്റർ അയച്ച ആളാണ്. എന്നിട്ട് അതുപോട്ടെ. എന്നിട്ട് ഈ കാര്യം പറയാം. ഈ കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം വെച്ചാൽ നെഹ്റു കഴിഞ്ഞപ്പോ പറഞ്ഞു എന്റെ മോള് പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞു.
മോള് പറഞ്ഞു എന്റെ മോൻ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ, അവരെയൊക്കെ ഈ നാട് തെരഞ്ഞെടുത്തല്ലേ, എന്താ നമ്മൾ ഇങ്ങനെ മോൾ പ്രധാനമന്ത്രി ആകട്ടെ എന്ന് പറയും. നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ അങ്ങനെ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. ഇന്ദിരാഗാന്ധി തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തോറ്റപ്പോ മാറി നോക്കേണ്ടി വന്നു. ഞാൻ പറയുന്ന കാര്യം കേട്ടോ, ഇവരുടെ വാഴ്ച തന്നെയാണ് ഇങ്ങോട്ട്. ഇനിയിപ്പോ വധേര ഇനിയും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന കാലം വിദൂരമല്ല. പിന്നെ അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാല് എല്ലാരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്തല്ല. അവിടുന്ന് ഒരു ഇൻഡാസ് വരുന്നു, അതിന്റെ അകത്തുനിന്ന് ആരുടെ പേര് വരുന്നു അവരെടുക്കുന്നു. അല്ലാതെ എന്ത് ജനാധിപത്യം അവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അവർക്ക് അതിൽ പരാതി ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു. നമുക്ക് എനിക്കെന്ത് പരാതി? അല്ല, അത് അവര് പറയും. ഞാനിത് ഒരാളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കെട്ടിയിറക്കുന്നത് ശരിയാണെന്ന്. അപ്പൊ അവര് പറയുന്നത് ഇവിടുത്തെ നേതാക്കളും എല്ലാവരുമായി സംസാരിച്ചിട്ട് ഒരു ധാരണയെത്തി അവരൊരു ആളെ പ്രഖ്യാപിക്കുന്നു. അതിൽ ആർക്കും പരാതിയില്ല. ഒരാളെങ്കിലും അത് പരാതി പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയാനാ? എവിടെ ധാരണയെത്തി? സണ്ണി ജോസഫിന്റെ പടം കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വെച്ചാൽ ഒരാളും അറിയത്തില്ലെന്ന് കോൺഗ്രസ്സുകാരല്ലേ പറഞ്ഞു? ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞല്ലോ ഒറ്റക്കെട്ടായി പോവാം എന്ന് പറഞ്ഞല്ലോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ഇപ്പം മുരളീധരൻ പറഞ്ഞവരോട് എനിക്ക് യോജിപ്പുണ്ട്. ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോൾ ഇത് എന്തോ ഒരു കെട്ടില്ലായ്മ ഉണ്ട് അതിനകത്ത്. ഒരു ഒറ്റക്കെട്ടല്ല. അതുകൊണ്ടാണ് ഈ ഇടക്കിടക്ക് മറ്റേ ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണെന്ന് മോഹൻലാൽ സിനിമയിൽ പറയുന്നത് പോലെ. അത് പിന്നെ ശശി തരൂർ ഇനി അവിടെ നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം വെച്ചാല് കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ അയാളുടെ ഭാവി പോക്കാം. എത്രയും പെട്ടെന്ന് അയാൾ BJP ചേർന്നല്ല ഫോറിൻ മിനിസ്റ്ററോ വല്ലോ ആകണം, അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനുകളും ആണ്. അല്ലാതെ ഈ പന്ന കോൺഗ്രസിന്റെ കൂടെ നിന്ന് ചൊറിഞ്ഞ് ഈ സുധാകരന്റെ കാലം നോക്കി ഇതൊന്നും ഒരു കാര്യമില്ല അവിടെ നിന്നിട്ട്. എത്രയും പെട്ടെന്ന് അയാൾ ചാടണമെന്ന് ഞാൻ പറയുന്നത്. അടുത്ത പ്രാവശ്യം അയാൾ അതിനെക്കാട്ടിലും ഭയങ്കര വോട്ടിനും ജയിക്കുകയും ചെയ്യും. നോക്കൂ. ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ രാജനോട് സംസാരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ പല ആളുകളും യുദ്ധത്തിനെതിരാണെന്നൊക്കെയുള്ള നിലപാടുകൾ പൊതുവേദിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ യുദ്ധം മറ്റൊരു രാജ്യത്തിന് എതിരെയല്ല. അവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാർക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എതിരെയില്ല. അത് തീവ്രവാദത്തിനെതിരെയാണ്. തീവ്രവാദത്തിനെതിരെയാകുമ്പോൾ തീവ്രവാദത്തിനെതിരെയാകുമ്പോൾ അതിൽ മാറി നിൽക്കുന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണ്. ഇറ്റ് ഈസ് എ ക്രൈം നോട്ട് ടു ഫൈറ്റ്. ഇറ്റ് ഈസ് എ ഷെയിം നോട്ട് ടു ഫൈറ്റ്. അപ്പോൾ രാജ്നാഥ് സിംഗ് ഭുജിൽ നടത്തിയ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രതികരണമായി വരുന്നുണ്ട്. എയർഫോഴ്സിനെ അദ്ദേഹം അവിടുത്തെ എയർഫോഴ്സ് സ്റ്റേഷൻ സന്ദർശിക്കുകയും എയർഫോഴ്സ് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ മികവാർന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ അത് ഒരു വളരെ ശരിയായ ഒരു പ്രതികരണമാണ്. കാരണം എയർഫോഴ്സ് നടത്തിയ ആ നിർണായകമായ നീക്കം നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു എന്ന കാര്യത്തിൽ ഇനി ആർക്കും തന്നെ സംശയമുണ്ടാകില്ല, പാകിസ്ഥാന് പോലും. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, കേൾക്കാമോ? എന്റെ പേര് മാറ്റിയാണ്. അല്ല, അത് മുഹമ്മദ് മഞ്ചേരിയും കൂടി ഉണ്ട്. അപ്പം ഞാൻ രണ്ടും കൂടി ഇതായിപ്പോയി. ഓക്കെ, ഏതായാലും താങ്കളെ അന്വേഷിച്ചത് ദീപു എന്നോട് ചോദിച്ചു. ഈ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആശുപത്രിയിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനും ജിജ്ഞാസയോടെ അങ്ങ് വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ശരിയായില്ലേ മൊത്തത്തിൽ? എന്റെ പിന്നെ മനു എന്നെ തിരക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും പൊതുവേ കാണുന്നുണ്ട്, ഫോണിൽ കൂടെയാന്ന് മാത്രമേ ഉള്ളൂ. തിരക്കാതിരുന്നില്ല. നമ്മൾ ഒരു ദിവസം ഇത് എന്നോട് നമ്മുടെ ദീപുവാണ് പറഞ്ഞത്. മറ്റു പലരും ചോദിക്കുന്നുണ്ട്, ഇവിടെ യൂട്യൂബിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്, താങ്കളെ കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരാളല്ല അങ്ങ്. ഒന്ന് എന്നെ ശക്തമായി വിമർശിക്കുന്ന ആളാണ്, ചിലപ്പോഴൊക്കെ എന്നെ വല്ലാതെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. ആര് പറഞ്ഞു? ഞാൻ മനുവിനെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ സ്നേഹിക്കണം. പിന്നെ അങ്ങനെ വിമർശനം രാഷ്ട്രീയത്തിലാണ്. കാരണം ഞാനിപ്പോ പറഞ്ഞ രാജനോട് എനിക്കൊരു ഇത് പറയാനുണ്ട്. രാജൻ കേൾക്കുമായിരിക്കും. രാജൻ ഞാൻ മനസ്സിലാക്കിയപ്പോൾ കൊല്ലത്തിലെ രാജൻ പിന്നെ BJP ആണ്. അത് പുള്ളിയുടെ എല്ലാ സംസാരം കേൾക്കുമ്പോൾ അറിയാം. പക്ഷെ പുള്ളി ഈ ആർജവം ഒരല്പമെങ്കിലും CPM-നോട് കാണിക്കാൻ പുള്ളിക്ക് ധൈര്യമില്ല. അതാണ് രസം. എന്ന് 300 ദിവസവും ഒരു പാർട്ടി അവിടെ നേതാക്കന്മാരെയും കളിയാക്കൊണ്ടിരിക്കുന്നതിന് ഒരു ഭംഗിയില്ല, ഒരു ഭംഗിക്കുറവുണ്ട്. രാഷ്ട്രീയത്തിലാവുമ്പോ വിശകലനം ചെയ്യുമ്പോ എല്ലാ മറുപക്ഷത്തേക്കും ഒരു വിമർശിക്കണ്ടേ? പക്ഷെ അത് ഫുള്ള് വൺ സൈഡായി പോകുമ്പോ അതൊരു അരോചകമായിട്ട് അത് ശരിയാണെന്ന്. അത് ഞാനിപ്പോ ഒരു കാര്യം ഒരേ കാര്യം പറയുമ്പോൾ അത് എൻ്റെ കൃത്യമായ നിലപാടാണെന്നല്ലേ. ഞാൻ ഇന്ന് ഒരു കാര്യം പറയുന്നു, നാളെ അപ്പുറത്തേക്ക് പോയി വേറൊരു കാര്യം പറയുമ്പോൾ അത് ഒരു അഭിപ്രായ ഇതില്ലാത്ത ഒരാളെന്നുള്ള ഒരു ഫീലിംഗ് അല്ലേ വരിക. അപ്പോൾ സ്ഥിരാഭിപ്രായം വേണ്ടേ? അത് പോട്ടെ. ഏതായാലും അദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അത് അദ്ദേഹത്തെ വിടാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ശ്രീ ശശിധരൻ വയലാറിന് ശശി തരൂരിന് ഇഷ്ടമാണോ?
ഞാൻ പറഞ്ഞത് ആ മനുഷ്യന് ഇപ്പൊ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാം. പക്ഷേ അനവസരത്തിലൊക്കെ കയറി പുറത്താണെന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്കെതിരെയുള്ള പറയുന്ന ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ ഒരു ഗുണമല്ല. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തെ പറയാൻ പാർട്ടി അപ്പൊ ശ്രീ ശശിധരൻ അല്ലേ ഇത്രയും നേരം പറഞ്ഞത് നിഷ്പക്ഷമായി ചിലപ്പോ ഇങ്ങനെ പറയണമെന്നൊക്കെ ഇദ്ദേഹം ഇത് പറയുമ്പോ ശശി തരൂരിന്റെ കാര്യം വരുമ്പോ അത് പാടില്ല, രാജന്റെ കാര്യം വരുമ്പോ അത് വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അതല്ല ഇതിപ്പോ ഇങ്ങോട്ട് ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ശശി തരൂർ ഇന്നത്തെ വിഷയം ഞാൻ പൊതുവായിട്ട് അടച്ചു പറയല്ല. ശശി തരൂർ ഇന്ന് യുദ്ധത്തെ പറ്റി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം രാജ്യസ്നേഹമുള്ള എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു കമന്റ് ആയിട്ട് വേണം എടുക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളൊരു ദോഷമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസ് അനഭിമതനാകുന്നത് പല കാര്യത്തിലും കോൺഗ്രസിന് ദഹിക്കാത്ത അഭിപ്രായങ്ങളാണ് പുള്ളി പറയുന്നത്. കാരണം കോൺഗ്രസ് 9 വർഷം ഇപ്പൊ കേരളത്തിലാണ് ഭരണത്തിന് പുറത്ത് നിന്നിട്ട് 10ാമത്തെ വർഷം ഒരു പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പാർട്ടിയിലല്ലേ മനു പറയേണ്ടത്. അതല്ലേ ശരി? ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ ഞാൻ പറഞ്ഞ അല്ല, അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്ത് നിലപാടെടുക്കും ശശി തരൂരിനെ? അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. യുദ്ധത്തിനെതിരെ കോൺഗ്രസിലല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലല്ല, ഏത് പാർട്ടിയിലുള്ളവരും രാജ്യത്തിന്റെ താല്പര്യത്തിൽ നിരക്കാത്ത കാര്യം പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്നല്ലോ ഇവിടെ സർവകക്ഷി യോഗം കൂടിയപ്പോഴൊക്കെ ഇല്ലേ, നിന്നില്ലേ? എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോ നേതാക്കന്മാർ സ്വരാജ് എന്ന് പറയുന്നു, റഹീം വേറെന്ന് പറയുന്നു, അതുപോലെ ഈ തരൂര് വേറെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നവരെല്ലാം ഈ രാജ്യസ്നേഹം കൊണ്ട് പറയണമെന്നല്ല, രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണ്. അതാണ് സത്യം. അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല. വ്യക്തമാണ്. ഏതായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം ശ്രീ ശശിധരൻ വയലാറുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആളുകൾ വീണ്ടും എന്നോടൊപ്പം യൂട്യൂബിൽ പല പ്രതികരണം നടത്തുന്നുണ്ട്. കൃഷ്ണകുമാർ ആലുവയിൽ നിന്ന് വിളിച്ചിരുന്നില്ല. അപ്പോൾ കൃഷ്ണകുമാറിന് വലിയ പിന്തുണ നൽകുകയാണ്. ജോസഫ് KM അദ്ദേഹത്തിന് അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട്. സന്തോഷ് കുമാർ പറയുന്നത് തരൂരിന് നല്ലത് BJP ആണ് എന്നാണ്. ഓക്കെ, ഇത് ഷാജി ഭാസ്കർ പറയുന്ന ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടാള ഉദ്യോഗസ്ഥ സ്വന്തം മതം വിളിച്ചു പറയേണ്ടി വന്നതിന് ഉത്തരവാദി ആരാണ്? വിവരക്കടഞ്ഞ് പറഞ്ഞയാൾ മന്ത്രിയായി തുടരുന്നു എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സൈനിക ഉദ്യോഗസ്ഥ അവർ നമ്മുടെ രാജ്യം നടത്തിയ ഒരു നീക്കത്തെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ വന്നിരിക്കുമ്പോൾ അവരെപ്പറ്റി അവരുടെ മതം നോക്കുക, അല്ലെങ്കിൽ അതൊക്കെ വളരെ മോശമായ ഒരു കാര്യമാണ്. അത് BJP അല്ല, ഏത് നേതാവ് ചെയ്താലും. ഇന്നും അത്തരത്തിലൊരു പ്രതികരണം മറ്റൊരു പാർട്ടി നേതാവിൽ നിന്ന് വന്നിരിക്കുകയാണ്. BJP അല്ല, അത് സമാജ്വാദിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രതികരണങ്ങൾ ഒരു രാഷ്ട്രീയ നിലവാരത്തിന് ചേർന്നതല്ല. പ്രത്യേകിച്ച് സൈനികരെ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒക്കെ നിറം ചാർത്താൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല. ഓക്കെ ജയാനന്ദൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ചിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ എനിക്കൊരു ചിരിക്കുന്ന ഒരു കമൻ്റ് അയച്ചിരിക്കുന്നു ജയാനന്ദൻ. സമയ 9 കോൺഗ്രസിൽ ബുദ്ധിയുള്ളവരുമുണ്ട് എന്ന് തരൂരും ചിദംബരവും തെളിയിക്കുന്നു എന്ന് പറയുന്നു. തരൂരിൻ്റെ ഈ നിലപാട് CPMനാണ് വിഷമമുണ്ടാക്കുക എന്ന് ജോസഫ് പറയുന്നു. ഇൻഡി ബോക്സ് മീഡിയ തരൂരിനെ പോലെ ഒരാൾക്ക് BJP എന്ന പാർട്ടി ആണ് ബെറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ജോസഫ് പറയുന്നത് ലെറ്റ് ദം ഗോ എനിവെയർ എന്നാണ് പറയുന്നത്. എന്തോ ആകട്ടെ എന്ന്. ഓക്കെ, ഏതായാലും ദയാനന്ദൻ തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദയാനന്ദൻ, താങ്കൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്? നമസ്കാരം, ഞാൻ റിട്ടയറാണ്. പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ആളാണ്. തൽക്കാലം റിട്ടയർ ആയിട്ടിരിക്കുന്നു. ഇന്ത്യയിലും വിദേശവും പല സ്ഥലങ്ങളും പോയുള്ള ആളാണ്. പിന്നെ ശശി തരൂരിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നു അവരുടെ നിലപാടിനെതിരെ പറയുന്നു. കോൺഗ്രസ് ഇപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കോൺഗ്രസ് പല നിലപാടുകൾ വന്നു. ആദ്യം ഒരു ചെറിയ വിമർശനം വന്നു. പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞ മുഖമില്ലാത്തൊരു ചിത്രം വന്നപ്പോൾ വലിയ വിമർശനമായി. പിന്നെ കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ അത് ഒരു നിലപാട് മാറി, കുറെ കൂടി അനുകൂല നിലപാടായി. ഇത് സൈനിക വീഴ്ച, സുരക്ഷാ വീഴ്ചയാണ് എന്ന ചില പരാമർശങ്ങൾ ചിലയിടത്ത് വന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് BJP രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അത് BJPയുടെ നേട്ടമല്ല, അത് രാജ്യത്തിൻ്റെ നേട്ടമാണ് എന്നൊക്കെ ഉള്ള പ്രതികരണങ്ങൾ വരുന്നു. അപ്പം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കമുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ ദയാനന്ദനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നം വന്നു. ശ്രീ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അജയ് കുമാറാണ്. ശ്രീ അജയ് കുമാർ കേൾക്കാമോ? കേൾക്കാമല്ലോ. ഈ ചിദംബരവും ശശി തരൂരും BJPയിലേക്ക് പോകുമോ? ശ്രീ അജയ് കുമാർ, എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ചിദംബരം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ശശി തരൂർ പല കുറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല എന്ന്.
പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെല്ലാം ഒരു ട്രൂ ഇന്ത്യൻ എന്നുള്ള ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ എങ്ങനെ പറയണം? അദ്ദേഹം ഒരു വിശ്വ പൗരനാണ്. ഇപ്പൊ മനു ഞാനോ ഒന്നും പറയുന്നത് പോലെയല്ല. അദ്ദേഹം UN സെക്രട്ടറി ജനറലിന്റെ സെക്രട്ടറി ആയിട്ട് ഇരുന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ലോകത്ത് അത് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകാൻ ഇന്ത്യ അംഗീകാരം കൊടുത്ത ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശശി തരൂരിനെ നമുക്കറിയാം. അദ്ദേഹം ഒരു വിശ്വ പൗരനാണ്. ലണ്ടനിലാണ് ജനിച്ചത്, വളർന്നത് മുംബൈയിലാണ്, അദ്ദേഹം ജോലി ചെയ്തത് ജനീവയിലാണ്, വിവാഹം കഴിച്ചതാകട്ടെ ബംഗാളിലും കാനഡയിലും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ജീവിതം തന്നെ ഒരു വിശ്വപൗരന്റെ സ്വഭാവമുള്ളതാണ്. പലപ്പോഴും വിശ്വപൗരൻ എന്ന നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. പണ്ട് തമാശയായ ആളുകൾ പറയാറുണ്ട്, കോഫി ആനനൊപ്പം കാപ്പി കുടിച്ചയാളാണ് ശശി തരൂർ. പണ്ടത്തെ അദ്ദേഹം സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹത്തെ അമേത്തി പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന 25 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു കോൺഗ്രസ്സുകാരനായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അദ്ദേഹത്തിന് വഴിക്ക് വിടൂ. അദ്ദേഹം രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പാകിസ്ഥാനുമായിട്ടുണ്ടായ ഈ പ്രശ്നത്തിൽ ഇന്ത്യയുടെ എല്ലാ നിലപാടുകളും നല്ലതാണെന്നും അദ്ദേഹം പറയുന്നത് ലോകം ശ്രദ്ധിക്കും. അവിടെ അദ്ദേഹത്തിന് തെറ്റുകളൊന്നും വിളിച്ചു പറയാൻ പാടില്ല. ഇവിടുത്തെ രാഷ്ട്രീയമല്ല അദ്ദേഹം വിളിച്ചു പറയേണ്ടത്. രാജ്യത്തിന്റെ നിലപാടാണ്. അദ്ദേഹം അതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിദംബരം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്. ചിദംബരം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അലയൻസിൽ അദ്ദേഹത്തിന് യാതൊരു വകുപ്പുമില്ല. BJPയുടെ രാഷ്ട്രീയ അടിത്തറ ഭയങ്കര ശക്തമാണ്, അതിനെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് രാഷ്ട്രീയമാണ് പി ചിദംബരം പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് അതിനെ രണ്ടായിട്ട് കാണുക. ശശി തരൂരിനെ കേവലം 25 രൂപയുടെ മെമ്പർഷിപ്പിനകത്ത് തളച്ചിടാവുന്ന അവർ ഇനിയെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. പിന്നെ അദ്ദേഹം BJP പോകുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ നിലപാടുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം മിസ്ഫിറ്റ് ആയിരിക്കും. മനസ്സിലായില്ലോ? BJP പോയാലെന്ന് എനിക്ക് അഭിപ്രായം ആയിരിക്കാം അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം ഇപ്പൊ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അവിടെ തന്നെ നിൽക്കുക, അത്ര തന്നെ. അദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമല്ലോ. അദ്ദേഹത്തിന്റെ ഒരു വേലിക്കെട്ടും വേണ്ടായല്ലോ അദ്ദേഹത്തിന്. അതായിരിക്കും അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് മഞ്ചേരിയും എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ ശശി തരൂർ പറഞ്ഞത് താൻ കോൺഗ്രസ്സുകാരനാണ്, താൻ പാർലമെന്റ് അംഗമാണ്, അതൊക്കെ ഒരു വശത്താണ്. പക്ഷേ താൻ ആദ്യം ഒരു ഇന്ത്യക്കാരനാണ്. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷേ അതെല്ലാം രണ്ടാമതോ മൂന്നാമതോ ഒക്കെ വരുന്ന കാര്യങ്ങൾ. ആദ്യം എന്നത് ഇന്ത്യൻ എന്നതാണ്. താനൊരു ഇന്ത്യക്കാരനാണ്, ആ ദൗത്യമാണ് ആദ്യം നിർവഹിക്കേണ്ടത്. അങ്ങനെ പറയുന്ന ശശി തരൂരിനെ സംശയിക്കേണ്ടതുണ്ടോ ശ്രീ മുഹമ്മദ് മഞ്ചേരി? നമസ്കാരം സാറേ. നമസ്കാരം. ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് കൂറിപ്പോ BJPനോടാ, ചിദംബരത്തിനും കൂറ് അങ്ങോട്ടാണ്. നമ്മളെ ഇപ്പൊ ഇന്നലെ പ്രസിഡന്റ് സ്ഥാനം പോയ അയാൾക്കും കൂറ് അങ്ങോട്ടാ. അപ്പൊ ഇവർക്ക് ഇവിടെ ഇപ്പൊ അടുത്തൊന്നും ശരിയായി കിട്ടൂല. അപ്പൊ അവിടേക്കാണ് കയറിയാൽ അവിടെ നമുക്ക് കാലാകാലം ഇങ്ങനെ ഇതും പറഞ്ഞ് നടക്കാലോ എന്നുള്ള. അപ്പൊ ഇവരൊക്കെ കോൺഗ്രസ് ഒഴിവാക്കണം. ഇത്തരം ആൾക്കാരെ ഇവിടെ നിൽക്കാണ്ട് അവിടുത്തെ കാര്യം പറയാം. ചിദംബരം പറഞ്ഞത് എന്ത് മോശപ്പെട്ട പരിപാടിയാണ്, വളരെ മോശം. ചിദംബരം അയാൾ ആരെയും കോൺഗ്രസിലെ വലിയ ആൾക്കാരും ധനമന്ത്രിയും മറ്റും മറിച്ചൊക്കെ ആയ ആളാണ്. ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ. എന്നാ അവർക്കാണ് പോണ്ടിടത്തേക്കാണ് പോയിക്കൂടെ? ഇങ്ങനെ മറ്റേ ചവിട്ടിയായിരിക്കണം കുരുളി. അതായത് ഈ സൽമാൻ ഖുർഷിദും മൃത്യുഞ്ജയ് സിംഗും എഴുതിയ ഒരു പുസ്തകം ആണ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന പുസ്തകത്തിൻ്റെ കണ്ടസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശ ചടങ്ങിലാണ് ചിദംബരത്തിൻ്റെ പ്രതികരണം വന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എനിക്കൊരു നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീ ബിനോയാണ് കൊല്ലത്ത്. ഞാൻ ശ്രീ ബിനോയെ കാത്തിരിക്കുകയായിരുന്നു. ബിനോയ്ക്ക് ഒരുപക്ഷെ കുറെ കൂടി ഇത് കൃത്യമായി പറയാൻ കഴിയും. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു പ്രതികരണം? കാരണം ആദ്യം ഇത് ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് പറഞ്ഞു വന്നു, വേണ്ട രീതിയിൽ തിരിച്ചടിക്കുന്നില്ല എന്നൊക്കെ ഒരു പ്രയോഗമൊക്കെ ഉണ്ടായി. പിന്നെ അതിനുശേഷം കോൺഗ്രസ് ചില നിലപാടുകളിലേക്ക് നിന്നു. പക്ഷേ ഈ ചിദംബരവും തരൂരും അങ്ങനെ കോൺഗ്രസിൻ്റെ വളരെ വോക്കലായിട്ടുള്ള നേതാക്കൾ, വളരെ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ മാറി മാറി പറയുമ്പോൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ അതേതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നുണ്ടോ ബിനോയ്? ഹലോ, നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കാരെ ആരെയും അങ്ങനെ ഒരു ആശയക്കുഴപ്പവും ഇന്നുവരെ ഉണ്ടാക്കുന്നില്ല. അതായത് ഞാൻ ചോദിക്കുന്നത് ശ്രീ ബിനോയ്ക്ക് ശശി തരൂരിന് ഇഷ്ടമാണോ? അല്ല, എനിക്ക് ശശി തരൂരിനെ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ, അദ്ദേഹം ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ എനിക്കെന്നല്ല, ബൂത്ത് പ്രസിഡന്റ് മുതലുള്ള ആളുകൾക്കും സാധാരണ പ്രവർത്തകർക്കും ഇഷ്ടമാണ്.
അപ്പോ മനു ഇപ്പൊ ചോദിച്ചത് കോൺഗ്രസുകാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ വ്യക്തിപരമായ മറ്റൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ, അതിൽ മറുപടി പറയണമെന്ന് താങ്കൾക്കില്ല. ഇത് പറയാം. അല്ല, കോൺഗ്രസ് എന്താണെന്ന് ഈ സംസാരിക്കുന്ന മനുവിന് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ നാടിന് വേണ്ടി എന്ത് നിലപാട് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. ഞങ്ങളുടെ നേതാക്കന്മാര് സഖ്യകക്ഷി യോഗം വിളിക്കാതിരുന്നപ്പോഴും വിളിച്ചപ്പോഴും ഒക്കെ പ്രധാനമന്ത്രി വരാതിരുന്നപ്പോഴും ഒക്കെ ഞങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് പോസിറ്റീവായിട്ട് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എന്തു ചെയ്യുന്നോ അതിനോടൊപ്പം നമ്മളുണ്ട്. പാകിസ്ഥാനെ അടിക്കാനാണോ പാകിസ്ഥാനെ പിടിക്കാനാണോ ഒക്കെ നമ്മളുണ്ട്. അപ്പൊ കോൺഗ്രസ് മൊത്തമായൊരു അഭിപ്രായം പറയുമ്പോൾ, ശശി തരൂർ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ശശി തരൂരതെ BJP-യിൽ പോകാൻ പോകുന്നു. നിങ്ങൾ ഈ ചാനലുകാരെല്ലാരും കൂടിയേ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് നിങ്ങളെല്ലാം പറഞ്ഞത് ശശി തരൂര് BJP-യുടെ സ്ഥാനാർത്ഥിയായിരിക്കും, മോഡി വിളിക്കുന്നു, മോഡിയായിട്ട് പറയുന്നു, മോഡിയായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ പക്ഷെ എന്തെങ്കിലും അങ്ങനെ ചർച്ചയൊക്കെ നടന്നോ? എനിക്കറിയില്ല, ഞാൻ താങ്കൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാലോ. എന്തെങ്കിലും ചർച്ച നടന്നോ? അങ്ങനെ ഒന്നും ചർച്ചയൊന്നുമില്ല. ശശി തരൂർ ഒരു നിഷ്കളങ്കനായ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിൽ ആര് നല്ലത് ചെയ്യുന്നോ അദ്ദേഹം വിളിച്ചു പറയും, അത് സംസാരിക്കും. കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയാണ്. കൊള്ളാത്തത് ആര് ചെയ്താലും കൊള്ളാത്തതെന്ന് പറയും. എനിക്ക് മുമ്പ് അദ്ദേഹം സംസാരിച്ചു, എന്തുവാണ് ശശി തരൂരും പിന്നെ K മുരളീധരനും വേറെ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അവര് BJP-യിലോട്ടാണ്. അദ്ദേഹത്തിന് എന്തറിയാം കോൺഗ്രസിനെ കുറിച്ച്? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വരതയുടെ പാർട്ടിയല്ലേ. ഇതിന് പുറത്തും അഭിപ്രായം പറയാം, അകത്തും അഭിപ്രായം പറയാം. ഇപ്പൊ ശശി തരൂർ പറഞ്ഞ അഭിപ്രായത്തിനോട് കോൺഗ്രസുകാർക്കൊരു എതിർപ്പില്ലെന്ന് നിങ്ങൾ ഈ ചർച്ച വരുമ്പം ഇല്ല, എതിർപ്പുണ്ടെന്ന് ഞാനും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ ജയറാം രമേശിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, കോൺഗ്രസ് കൺഫേം ചെയ്തിരിക്കുകയാണ് മൾട്ടി പാർലമെന്ററി ഡെലിഗേഷൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്റെ പൊന്നാര മനു, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ ഉൾപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്തൊന്നും അല്ലെന്നല്ലേ ഈ കോൺഗ്രസ്. ഞങ്ങൾ അങ്ങനെ ഓരോ ഗവൺമെന്റിന്റെ, അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മൾ പുറം രാജ്യവുമായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് അല്ലേ അതിനെ എതിർക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നത് അതല്ലേ, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ ചെയ്യും. പക്ഷേ ഈ ശശി തരൂരിന്റെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കാം, പക്ഷെ ചിദംബരത്തിന്റെ കാര്യത്തിൽ അത് പറ്റില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ഗുരുതരമായ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തോ ചിദംബരത്തിന്റെ എന്തുവാ നിങ്ങൾ കേട്ടോ പ്രതികരണം എന്താണ്? നിങ്ങൾ അതിന്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാക്കിയോ? ഞാൻ ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? BJP-യെ പുകഴ്ത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം P ചിദംബരം വന്നല്ലേ മനസ്സിലാക്കേണ്ടത്. BJP-യെ പോലെ ശക്തവും സംഘടിതവുമായ ഒരു പാർട്ടി ഇല്ല. ഇന്ത്യ സഖ്യം നിലവിലുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ല. ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറയുകയാണ്. അത് ഏത് പരിപാടിയാ? സൽമാൻ ഖുർഷിദും മൃത്യുഞ്ജയ് സിംഗും ചേർന്ന് എഴുതിയ കണ്ടസ്റ്റിംഗ് ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് പറയുന്നത്. അല്ലല്ല മനു, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ട്രാൻസ്ലേഷൻ എടുക്ക്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നിങ്ങളിപ്പോ ഇത് അദ്ദേഹം പറഞ്ഞ എന്തുവാ? BJP ഈ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് BJP കൃത്യമായി ആക്ട് ചെയ്തു. അത് നമ്മളുടെ മഹാരാജ്യം ആക്ട് ചെയ്യുന്ന ഇന്ത്യ മഹാരാജ്യം ആക്ട് ചെയ്തു. അത് ആരോ ഇവിടെ ഭരിക്കട്ടെ, നമ്മളെ രാജ്യത്തോട് ഒരാള് നമ്മളെ രാജ്യത്തിനെ അടിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാരും കൂടി ഒറ്റക്കെട്ടായല്ലേ നിന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ BJP പുകഴ്ത്തി എന്നല്ല അല്ല അതിന്റെ അർത്ഥം. നിങ്ങളത് മനസ്സിലാക്കി. നിങ്ങൾ ഈ മാധ്യമങ്ങൾ കുറെ നാളുകൊണ്ട് അല്ല അങ്ങനെയല്ല. ഞാൻ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒപ്പോസിഷൻ വോണ്ട് ബി intact in the future. BJP is a formidable organization. Even Rahul Gandhi's close aides knows Congress has no future എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, എനിക്ക് അധികം ഇംഗ്ലീഷ് ഒന്നും പഠിത്തമില്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളാ. മനസ്സിലാവും. ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും കൈകാര്യം ചെയ്യാറില്ലെങ്കിലും അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചതാണ്, ഞാൻ മനസ്സിലാക്കിയതാണ്, കുറച്ച് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും മനു നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സമയത്ത് കൃത്യമായൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ BJP ഗവൺമെന്റ് ആ തീരുമാനത്തോടൊപ്പം നമ്മൾ നിന്നു. അതിലെവിടെയാണ് ഒരു തെറ്റ് വരുന്നത്? യെസ്, ഏതായാലും എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ ഇത് പറ്റി. അപ്പോൾ സ്വാഭാവികമായും ബിനോയ് നമ്മുടെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് കുറെ കൂടി ശക്തമായി പറയാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ശ്രീ ബിനോയ് പറയുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ബാലകൃഷ്ണൻ നായർ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നായർ. ഹലോ, നമസ്കാരം. നമസ്കാരം. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇത്
ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ ഉദാഹരണമാണോ നമ്മൾ കാണുന്നത് കോൺഗ്രസിനകത്ത്? അതോ ആശയക്കുഴപ്പത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു രീതിയാണോ? ശശി തരൂര് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. അയാള് രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്നതല്ല, തനിക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യങ്ങൾ അയാൾ മുഖം നോക്കാതെ തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദേശസ്നേഹം കൂടുതലുള്ള ഒരു മനുഷ്യനാണ്. ഒരു പാർട്ടി തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറയാൻ അയാൾ ഒരിക്കലും തയ്യാറല്ല. ഹലോ, അപ്പൊ ഇപ്പൊ BJPക്ക് ശശി തരൂരിനോട് ഒരു സ്നേഹമുണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. ബി ജെ പി സൈഡിൽ നിന്ന് അയാൾ പോകില്ല. അയാള് ശരിക്കുള്ള ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. അയാളെ ഇപ്പം ഏത് പാർട്ടി പറഞ്ഞാലും അയാളെ അഭിപ്രായം അയാൾ പറയും. അതേസമയത്ത് മറ്റേ ചിദംബരത്തെ ആ കാര്യത്തിൽ കൂട്ടരുത്. അയാളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പാർട്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്താ സാർ, കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി വീട്ടിൽ വന്നപ്പോ ഭയന്നതാണോ? അത് ചിലപ്പോ ഉണ്ടാവും. അത് ഓക്കെ, വ്യക്തമാണ്. എന്തായാലും താങ്കൾ CK രാജൻ എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് മറ്റൊരു പ്രശ്നം കൂടി ചേരുകയാണ്. CK രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഘട്ടം ഈ നേതാക്കൾ ഇങ്ങനെ പറഞ്ഞാൽ അത്? നമസ്കാരം മനുജി. നമസ്കാരം. സത്യം, ഞാൻ CK രാജൻ, ആര്യംകുളം, താമരശ്ശേരി, കട്ടിപ്പ, കോഴിക്കോട്. എനിക്കറിയാം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സത്യം പറയുന്ന രാഷ്ട്രീയ നേതാവാണ് ശശി തരൂര്. ഹമാസ് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള സത്യം കോഴിക്കോട് സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ആക്രമിക്കുകയുണ്ടായത്. അതൊരു സത്യം പറഞ്ഞത് കൊണ്ടാണ് അയാൾക്ക് അങ്ങനെ പറ്റിയത്. പക്ഷെ അയാൾ ദേശഭക്തൻ കൂടിയാണ്. ഇപ്പോൾ രാജ്യത്തോടൊപ്പം നിൽക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് നോക്കിയിട്ടല്ല, അദ്ദേഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കുന്നില്ല, തന്ത്രപരമായ നിലപാടുകൾ നോക്കുന്നില്ല, രാഷ്ട്രീയ സാഹചര്യം നോക്കുന്നില്ല, ഉള്ളത് വെട്ടിത്തുറന്ന് പറയുന്നു എന്നാണ് പറയുന്നത് അല്ലേ? അദ്ദേഹം സത്യം പറയുന്നു. അയാൾ ദേശഭക്തനാണ്. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആൾ കൂടിയാണല്ലോ. ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. ഓക്കെ, വളരെ നന്ദി CK രാജൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് CK രാജൻ. മൊയ്തീൻ പാലക്കാട് നിന്ന് വിളിക്കുന്നു. മൊയ്തീൻ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മൊയ്തീൻ കേൾക്കാമോ? യെസ്, ഞാൻ മൊയ്തീനിലേക്ക് വരാം. നമ്മുടെ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിലാണ് ചേരുന്നത്. സതി ബാബുരാജ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. സതി ബാബുരാജും അവരുടെ ഭർത്താവും പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അവർ കുടുംബത്തോടെ ഇരുന്നാണ് പൊതുവേദി കാണാറുള്ളത് എന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു സതി ബാബുരാജ്. ശശി തരൂർ ഈസ് എ ഗ്ലോബൽ ലീഡർ, സോ ഹി സേസ് ദ ട്രൂത്ത്. യു ഡിൻ റീഡ് മൈ റിമാർക്സ് ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. ഞാൻ വായിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ വായിക്കാതിരിക്കില്ല, പ്രത്യേകിച്ച് മറ്റാരുടെ വായിച്ചില്ലെങ്കിലും ശ്രീമതി സതി ബാബുരാജിൻ്റെ ഞാൻ വായിക്കാറുണ്ട് എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഇതിങ്ങനെ വല്ലാതെ ജമ്പ് ചെയ്ത് പോകുമ്പം അങ്ങനെ കിട്ടാത്ത അതുകൊണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എ ഗുഡ് ന്യൂസ് മനു, വി ഹാവ് ഓപ്പൺ ദ 4th സേവാ കേന്ദ്രം ഓക്കെ ഫോർ അൺപ്രൊട്ടക്റ്റഡ് മദേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രീമതി സതി ബാബുരാജ് ഒരു സന്നദ്ധ പ്രവർത്തക കൂടിയാണ്. അവർ ഇപ്പോൾ അമ്മമാർക്ക് വേണ്ടി ഒരു പുതിയ കേന്ദ്രം തുറക്കുന്നു. അപ്പോൾ അതിനെൻ്റെ എല്ലാവിധ ആശംസകളും. അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, അതുപോലെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ തണലാകാൻ കഴിയുന്നവർ കൂടിയാണ് പൊതുവേദിയുടെ പ്രേക്ഷകർ എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. പൊതുവേദിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അത് അതിലേക്ക് ഉള്ള അമ്മമാർക്ക് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്യാൻ അതിലേക്ക് വരുന്നവർ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയകുമാർ പറയുന്ന ഏതൊരു വിഷയവും നിങ്ങൾ കൊണ്ടുവന്നു എന്നതും പിണറായിയും മകളെയും മരുമകനെയും കുറ്റം പറഞ്ഞാൽ താങ്കൾ സപ്പോർട്ട് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ മകളോടോ മരുമകനോടോ ഒരു സ്നേഹം തോന്നേണ്ട ഒരു കാര്യവും ഇല്ല ശ്രീ ജയകുമാർ. ഞാനെന്തിനാണ് അവരെ പിന്തുണയ്ക്കുന്നത്? എനിക്ക് ശരിയെന്ന് പോകുന്നത് എനിക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു പാർട്ടിയുടെയും അംഗമല്ല, അതുകൊണ്ട് എന്നെ ഒരു പാർട്ടിയും ഭരിക്കുന്നുമില്ല. പൊതുവേദിക്ക് അത് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം, പൊതുവേദിയുടെ അഭിപ്രായം പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. സുനിമോൾ പറയുന്നു നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, അതാണ് ശശി തരൂരും ചെയ്തത് എന്ന് പറയുന്നു. സുനിമോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പ്രദീപ് കുമാർ പറയുന്നു പി ചിദംബരവും ശശി തരൂരും BJPയിലേക്ക് ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ പി ചിദംബരവും ശശി തരൂരും BJPയിലേക്ക് വരട്ടെ, ദേശീയതയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിരവധി പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആലത്തൂരിൽ നിന്ന്
നമുക്കൊപ്പം ചേരുന്നത് മോഹൻദാസ്, ശ്രീ മോഹൻദാസ്. ശ്രീ മോഹൻ ബാംഗ്ലൂരിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. ഞാൻ മോഹൻദാസിലേക്ക് വരാം. ശ്രീ മോഹൻ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ശ്രീ മോഹൻ ബാംഗ്ലൂരിലെ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്ന് എനിക്കറിയാം. അവിടെ ഈ എന്താണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഇവരുടെ പ്രതികരണം? എന്ത്? ഞാൻ ഇന്നത്തെ നമ്മുടെ ഭാരതത്തിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ശശി തരൂർ എല്ലാവരെയും കാണും ഒരു ഉയർന്ന വ്യക്തിയാണെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം ഒരു മടി കൂടാതെയും നല്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയം നമ്മളെ മോദിയെ കുറ്റം പറയുക അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറ്റം പറയുക അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല അദ്ദേഹം. എന്താണ് സത്യം എന്ന് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് അത്രേ പറയാൻ പറ്റും. പിന്നെ ചിദംബരത്തിന്റെ കാര്യം നമുക്ക് ഞാൻ കേട്ട ദിവസത്തേക്ക് അത് എങ്ങനെയോ അത് ആയിക്കോട്ടെ, നമുക്കത് പ്രശ്നമില്ല. പക്ഷെ ശശി തരൂർ അപേക്ഷിച്ചിട്ട് അദ്ദേഹം വളരെ സത്യസന്ധമായുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു നേതാവാണ്. യെസ്, വ്യക്തമാണ്. ശ്രീ മോഹൻ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകനാണ്. ബാംഗ്ലൂരിലുള്ള നമ്മുടെ മലയാളികളായ പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ ഞാൻ മോഹനും ഒക്കെ ആശംസകൾ നേരുകയാണ്. പത്മ നായർ എന്ന് ഇതിൽ വന്നിട്ടുള്ളത് പത്മകുമാറാണെന്ന് എനിക്ക് പരിചയപ്പെടുത്തുന്നു. പത്മകുമാർ ന്യൂസിലാൻഡിൽ നിന്നാണ് പൊതുവേദി കാണുന്നത്. അപ്പോൾ പൊതുവേദി ശശി തരൂരിനെ പോലെ ഒരു ആഗോള പരിപാടിയായി മാറുകയാണ് കേട്ടോ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ പൊതുവേദിയിലേക്ക് കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. ന്യൂസിലാൻഡിലിരുന്ന് പൊതുവേദി കാണുന്ന പത്മകുമാറിനും സുഹൃത്തുക്കൾക്കും അതോടൊപ്പം അവിടെ ഉള്ള മറ്റു മലയാളികൾക്കും ഒക്കെ പൊതുവേദിയുടെ ഹാർദവമായ ആശംസകൾ നേരുകയാണ്. ശശി തരൂർ ഒരു യഥാർത്ഥ പൊളിറ്റീഷ്യനാണ്. ഹീസ് വെരി ഹ്യൂമനിസ്റ്റ്. മറ്റ് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ കണ്ടുപഠിക്കണം എന്ന് പത്മകുമാർ പറയുന്നു. ന്യൂസിലാൻഡിലിരുന്നാണ് പൊതുവേദി കാണുന്നത്. ഏതായാലും വളരെയധികം സന്തോഷം. എൻ്റെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് മൊയ്തീൻ. ശ്രീ മോഹൻദാസ് ആലത്തൂർ. ശ്രീ മോഹൻദാസ്. സാർ നമസ്കാരം. 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 ഞാൻ ഈ വാർദ്ധക്യത്തിന്റെയും ഈ രോഗത്തിന്റെയും ഒരു അടിമയായിട്ടാണ് ഇപ്പോൾ ചെയ്തത്. എന്നാലും എനിക്ക് പൊതുവേദിയിലുള്ള സ്നേഹം കൊണ്ടും മനുവിനോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ എന്നെ 2 മിനിറ്റ് സംസാരിക്കാൻ പോലും സമയക്കാതെ നിഷ്കാസനം ചെയ്ത് കളയാ പലപ്പോഴും. അപ്പൊ പിന്നെ ഞാനോ അല്ല, പലരും അങ്ങനെയുണ്ട്. കിരണ്ണും ചിലപ്പോ ചെയ്യാറുണ്ട്. പോട്ടെ, അങ്ങനെ നിഷ്കാസനം ചെയ്യുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ശ്രീ മോഹൻദാസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പൊതുവെ സ്ഥിരം പ്രേക്ഷകനാണ്, കരുത്താണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് കോളുകൾ വരികയും ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തെടുത്ത് പോകേണ്ട ഒരു സാഹചര്യം വരും. യൂട്യൂബിൽ ചില സമയത്ത് ഭയങ്കരമായ കമൻറ്റുകൾ വരും. അപ്പോൾ അതിൻ്റെ റഷ് നോക്കുകയും അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ പല ആളുകളും എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തിരുന്ന് ബഹളം വെക്കാൻ തുടങ്ങും. ഞങ്ങൾ 5 മിനിറ്റായി 10 മിനിറ്റായി ഹോൾഡ് ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ അതങ്ങനെ സ്പീഡിൽ എടുത്തു പോകുന്നതാണ്. അല്ലാണ്ട് അങ്ങയോടുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു കുറവുമില്ല. പൊതുവേദിയുടെ ഹൃദയമാണ് ശ്രീ മോഹൻദാസ് ആലത്തൂർ. ഓ നന്ദി. താങ്ക് യു. പിന്നെ ഞാൻ പൊതുവേദിയെ ഞാൻ കുറ്റം പറയാൻ പാടില്ല, എന്തായാലും ശരിയല്ല. പിന്നെ ഞാൻ ഈ കാര്യം പറയട്ടെ, ഈ ശശി തരൂർ നമ്മുടെ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം കിഴക്കഞ്ചേരിക്കാരനാണ് ശ്രീ ശശി തരൂർ, പാലക്കാടുകാരനാണ്. ആ ചിറ്റ്ലഞ്ചേരിയാണ് തറവാട്, അല്ല വടവന്നൂരാണ് തറവാട്. വടവന്നൂർ. ആ ചിറ്റ്ലഞ്ചേരി തരൂര് വീട്ടിലെ അതാണ്. ചിറ്റ്ലഞ്ചേരി തരൂര് വീട്ടിലെ തരൂര് വീടും തരൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സാർ ഇവിടെ. അത് നമ്മുടെ ആലത്തൂരിനപ്പുറത്ത് തരൂര്. ഇത് തരൂർ വീട്ടുപേര്. പലരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. ശശി തരൂർ എന്ന് പറയുമ്പോൾ സ്ഥലത്തിലെ KP കേശവമേനോന്റെ സ്ഥലമാണല്ലോ തരൂർ. അപ്പൊ ആ തരൂരുകാരനാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, തരൂർ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്. അതെ, അത് സ്ഥലത്തേരുന്ന തരൂര് എന്നുള്ളത് പഞ്ചായത്തിനാണ്. തരൂര് പഞ്ചായത്ത് തറവാടെന്ന് നല്ല ഫേമസ് പഴയ തറവാടാണ്, വലിയ ആൾക്കാർ. അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ അദ്ദേഹം വിശ്വപൗരനാണ്, ജ്ഞാനിയാണ് നമുക്ക് പറഞ്ഞിട്ട് പ്രവർത്തി ശരിയല്ലേ? അത് ആ ഭാഗത്ത് അദ്ദേഹം വിശ്വപൗരണം എടുക്കണമെന്നൊക്കെ ചെയ്യണം. ആ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കണം. അതിലാവുമ്പോ ഇതിപ്പോ ഒരു പാർട്ടിയിൽ കോൺഗ്രസിൽ വരുന്ന സമയത്ത് ഞാൻ പഴയൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഇപ്പൊ ജോലി കിട്ടി വിട്ടു. അപ്പൊ അതല്ല, അപ്പൊ അദ്ദേഹം ആ ചട്ടക്കൂട് പാലിക്കണം. ഇത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു പാർട്ടി ഈ ലോകത്തോടെ ഉണ്ടാവും എനിക്ക് തോന്നി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. എന്ത് വേണമെങ്കിലും പറയാം. BJPയിലും CPM-ലൊക്കെയാണ് ഇത് അടിച്ച് പുറത്താക്കിയിട്ടുണ്ടാവും. ഇത് ഇവര് തലവേദന മാത്രമല്ല, ഈ കോൺഗ്രസിന്റെ തലയെ ഇല്ലാണ്ടാക്കും. പിന്നെ കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കുന്നത് ഈ CPM-ഉം BJP ഒന്നും അല്ല, ഇതേപോലുള്ള ആൾക്കാരാണ്.
ഈ പെൺമുട്ടിയിടുന്ന താറാവിനെ അല്ല ഈ എന്താ പറയാ ഈ ഇതില് കുളത്തിൽ മുട്ടിയിടുന്ന പെൺമാരുണ്ട് അതേപോലെ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ ഇവരുടെ കാര്യം. കോൺഗ്രസ്സുകാർക്കൊരു സങ്കടമാണ് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല കോൺഗ്രസ് അല്ലല്ല ഇത് സ്ഥാനമോഹിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അയാളുടെ ഉള്ളിലെ ഇന്റൻഷൻ ഒരു സ്ഥാനം തന്നെയാണ്. പക്ഷെ അവിടെ പോയി ഈ സ്വാതന്ത്ര്യമൊന്നും കിട്ടൂല. ഓക്കെ, ഏതായാലും ഇന്ന് അങ്ങക്ക് പഴയ പരാതി ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? നമുക്ക് ധാരാളം സംസാരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ശരി. യെസ്, പ്രസന്നൻ, ശ്രീ പ്രസന്നൻ നമുക്കൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. മാള, ശ്രീ പ്രസന്നൻ, ശശി തരൂർ ഇന്ത്യൻ ഡെലിഗേഷനെ നയിച്ച് പോവുകയാണെങ്കിൽ സത്യത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ശശി തരൂരിൻ്റെ ആ ഒരു ഭാഷാ വഴക്കം, അദ്ദേഹത്തിന് ജിയോ പൊളിറ്റിക്സിലുള്ള പരിജ്ഞാനം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം, ഇതൊക്കെ രാജ്യത്തിന് അനുകൂലമായി പ്രയോജനപ്പെടുത്താനുള്ള ഒരു സുവർണാവസരമാണ്. പക്ഷേ അത് എന്തെങ്കിലും സംശയത്തിന് വഴിവെക്കുന്നു എന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഈ ശരിക്കും പറഞ്ഞ പലർക്കും ശശി തരൂരിന്റെ കഴിവുകളെ അംഗീകരിക്കാനോ അത് ഒരുതരം ഭയമാണ്. അടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാളും വലുതായി പോവോ എന്നുള്ളൊരു ഭയം ഈ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത്. ഇന്നിപ്പോ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ നേരത്തെ ഉള്ള അഭിപ്രായം തന്നെയാണ്. ശശി തരൂരിനോടൊപ്പം തലപ്പൊക്കമുള്ള ഒപ്പം നിന്ന് വർത്താനം പറയാനോ അല്ലെങ്കിൽ ആ നോളേജ്, ബോഡി ലാംഗ്വേജ്, പേഴ്സണാലിറ്റി എല്ലാം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ തന്നെ തരത്തില് വലുതാണ്. അദ്ദേഹത്തിന് ഒരു കേരള മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തേക്ക് പോലും അടുപ്പിക്കില്ല കോൺഗ്രസ്സുകാർ. അതാണ് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. പിന്നെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും അങ്ങേരെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ കേൾക്കാൻ, ഇപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു, ഞാനൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അങ്ങേര് പറയുന്ന. അപ്പൊ എല്ലാ നിലയ്ക്കും ഒരു വിശ്വപൗരനാണ്. എല്ലാ നിലയ്ക്കും വളരെ ഒരു മോശം കാര്യം അദ്ദേഹത്തെ പറ്റി പറയാനില്ല. എല്ലാ നിലയ്ക്കും അദ്ദേഹം ഒരു നല്ല ഉള്ള ഒരു വലിയ മനുഷ്യനാണ്, പാണ്ഡിത്യമുള്ള ആളാണ്. എല്ലാ നിലയ്ക്കും ഏത് നിലയ്ക്ക് വെച്ച് നോക്കിയാലും ശശി തരൂരിനോടൊപ്പം കടപിടിക്കാൻ പറ്റുന്ന നേതാക്കൾ ഇന്ന് ഭാരതത്തിൽ കുറവാ പൊതുവെ. അദ്ദേഹത്തിന് വേണ്ട പരിഗണന കോൺഗ്രസ് പാർട്ടിയിലും കൊടുക്കുന്നില്ല. അതാണ് എന്റെ ഒരു അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഫിലിപ്സ് കറിയ എന്നോട് പറയുന്നത് മിസ്റ്റർ തരൂർ എവിടെ പോയാലും വിജയിക്കും, നല്ല പൊളിറ്റീഷ്യൻ, ഓപ്പൺ മൈൻഡ് സംസാരം എന്നതാണ്. അപ്പോൾ എവിടെ പോയാലും അദ്ദേഹം വിജയിക്കും എന്നാണ് ഫിലിപ്സ് കറിയ പറയുന്നത്. ഏതായാലും ഈ ദൗത്യത്തിൽ അദ്ദേഹം വിജയിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ നിലപാടുകളെ സംബന്ധിച്ച് തീവ്രവാദത്തിനെതിരെയുള്ള ഈ സന്ധിയില്ലാ സമരത്തിന് വേണ്ടിയൊക്കെ നിലപാടെടുക്കാൻ ശശി തരൂരിന് ആഗോളതലത്തിൽ കഴിയും. അതിനെതിരെ ഇന്ത്യ എടുക്കുന്ന നിലപാടിനെതിരെ നിലകൊള്ളുന്ന രാജ്യങ്ങളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയും എന്നാണ് ഞാൻ വ്യക്തിപരമായി വിജയിക്കുന്നത്. സുബീഷ് KV പറയുന്നു, ബെസ്റ്റ് വിഷസ് ഫ്രം സിംഗപ്പൂർ. സിംഗപ്പൂരിൽ ഇപ്പോൾ നമ്മുടെ പൊതുവേദിക്ക് ധാരാളം പ്രേക്ഷകർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ സിംഗപ്പൂരിലിരുന്ന് പൊതുവേദി കാണുന്നത്, കിറ്റ് കാറ്റ് എന്നോ മറ്റോ. ഓക്കെ, സുബീഷും അപ്പോൾ പറയുന്നു ബെസ്റ്റ് വിഷസ് ഫ്രം സിംഗപ്പൂർ. സുബീഷ്, സിംഗപ്പൂരിലിരിക്കുന്ന എല്ലാ മലയാളികൾക്കും പൊതുവേദിയുടെ ആശംസകൾ. അവിടെ പൊതുവേദി കാണുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷം. രാഘവൻ KV എന്നോട് പറയുന്നത് മന്ത്രിക്കുപ്പായമില്ലാതെ എങ്ങനെ ജീവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശശി തരൂർ മന്ത്രിയാൻ ശ്രമിക്കുന്നു എന്നാണ് രാഘവൻ KVയുടെ ആരോപണം. അജീഷ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അജീഷ്, തൃശ്ശൂർ എവിടെയാണ് താമസിക്കുന്നത്? ഹലോ അജീഷ്. ഹലോ. തൃശ്ശൂർ എവിടെയാണ് താമസിക്കുന്നത്? തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ്. ശ്രീ വടക്കാഞ്ചേരിക്കാരൻ അജീഷ്, അവിടെ ഈ ശശി തരൂര്, അദ്ദേഹം വടക്കാഞ്ചേരി അല്ല, കിഴക്കഞ്ചേരി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലമേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇഷ്ടമാണോ ശശി തരൂരിന്? ഞാനൊരു BJP പ്രവർത്തകനാണ്. എന്നിരുന്നാലും ഞാൻ കേരളത്തിനെ കുറിച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശശി തരൂര്. അദ്ദേഹത്തിന് സ്വതന്ത്രമായ നിലപാടുള്ളത് കൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ, ദേശീയബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പ്രയാസമില്ല ആളെന്ന്. അപ്പൊ അജീഷ് BJP പ്രവർത്തകനാണെന്ന് പറഞ്ഞു, ഏതെങ്കിലും സ്ഥാനങ്ങൾക്കായതുകൊണ്ടോ അതോ ഒരു വെറും പ്രവർത്തകൻ എന്ന നിലയിൽ സംഘടന? മണ്ഡൽ കാര്യമൊക്കെ ആയിരുന്നു മുന്നേ. അതെ. അത് ശരി, വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അയാളുടെ നിലപാടുകളും ഒക്കെ കൃത്യമാണ് അയാളുടെ.
നമുക്ക് ദേശീയ തലത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിലപാടാണ്. മറ്റുള്ള പോലെ ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിക്കുന്ന പോലത്തെ നിലപാട് അദ്ദേഹത്തിനില്ല. ഏതായാലും ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് താങ്കളുടെ നിലപാട്. ശശി തരൂർ അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് അതൊരു നല്ല, അതുകൊണ്ടാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞത്. വളരെ നല്ലൊരു നിലപാടാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹം RSSകാരനാണ്, BJPക്കാരനാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് ശശി തരൂർ എന്ന വ്യക്തിയിലെ മെറിറ്റ് കാണാൻ കഴിയുന്നു എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഈ പൊതുവേദി നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് കൂടുതൽ പ്രേക്ഷകർ എനിക്ക് കമൻറ്റുകളൊക്കെ അയക്കുന്നുണ്ട്. ഞാനതൊക്കെ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഈ പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിയുമായി വരുമോ എന്ന ഒരു ചോദ്യമാണ് അന്ന് ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. 29% ആളുകൾ മാത്രമേ ഇനി അതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. 71% ആളുകളും കോൺഗ്രസ് ശശി തരൂരിനോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന നിലപാട് ഉള്ളവരാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. പക്ഷേ ആ ഒരു മുദ്രാവാക്യം അവസാനിക്കാതെ നിൽക്കുന്നു. ക്രൈം ഈസ് എ സൈലൻസ് വെൻ ദ വാർ ഈസ് അഗെയിൻസ്റ്റ് ടെററിസം. ജയ് ഹിന്ദ്.